അപ്പോൾ ഇന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണമായിരുന്നു. പിന്നെ പനി അങ്ങോട്ട് മാറിയിട്ടില്ല, അതിൻ്റെ കൂടെ ഒടുക്കത്തെ ചൂടാണ് ഇവിടെ. വീണ്ടും സ്വർണം പറ്റിച്ചേ, സ്വർണ്ണം അല്ല. അതെ, ശരിക്കും സ്വർണ്ണം വാങ്ങിക്കാൻ തന്നെയാണ് ഞങ്ങൾ വന്നത്. അവിടെ ചെന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇപ്പം ഈ കാണുന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ ഇവിടെ എന്താ ഇനി ഫ്രീ ആയിട്ട് വല്ലതും കൊടുക്കുന്നുണ്ടോ എന്നായിരുന്നു എൻ്റെ ഡൗട്ട്. ആദ്യമായിട്ടാണ് ഞാൻ ക്യൂ നിന്നൊക്കെ സ്വർണം വാങ്ങിക്കുന്നത്. ഇത്രയും തിരക്കായിരുന്നു. ഞങ്ങളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ആ പ്ലേസ് പിടിക്കും, പിന്നെയും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കളക്ഷൻസ് ഒക്കെ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നക്ഷത്രയിലെ. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക സംഭവങ്ങളും ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് കൺഫ്യൂഷൻ്റെ ഒടുവിൽ ഞങ്ങളൊരു റിംഗ് എടുത്തു. ലാസ്റ്റ് അങ്ങനെ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ബില്ലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇതൊക്കെ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജന്മം ഇനിയും ബാക്കി. അവിടെ നിന്ന് ഇറങ്ങി എനിക്കാകെ ഒട്ടും വയ്യെന്താനും വിശക്കുകയും ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് 3 ഷവർമയൊക്കെ വാങ്ങിച്ച് അതൊക്കെ അകത്താക്കി തിരിച്ച് നേരിട്ട് ടാക്സി എടുത്ത് പർവാനിക്ക് വിട്ടു. അപ്പം ഞാൻ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ പനിയും പിടിച്ച് ഞാൻ നല്ല തണുത്ത ലൈമാണ് കുടിച്ചത്. ഞാൻ അങ്ങനെ പനി വന്ന ബിരിയാണി അല്ലെ തണുത്ത എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കുക കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പനി തന്നെ വിചാരിക്കണം ഇവക്ക് എന്ത് വട്ടാണോ, ഞാൻ എന്തിനിവിടെ ദേഹത്ത് കയറിയെന്നും പറഞ്ഞിട്ട് പനി ചമ്മിപ്പോണം ഗൈസ്. നിങ്ങളും വേണേൽ പനി വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ അത്രയുള്ള ബൈ.